വെൽക്കം ബാക്ക് ടു ജിനോ വ്ലോഗ്. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഓൾഡ് ബല്ലിയ സ്ട്രീറ്റ് എന്ന് പറയും. അതായത് സ്പൈസസ് സൂക്കും നമ്മളുടെ ഗോൾഡ് സൂക്കൂടെ ഇടകലർന്ന ഒരു സ്ഥലമാണത്. അപ്പോൾ ഓൾഡ് ബലദിയ സൂക്ക്, ഇതും ക്രീക്ക്, ബർദുബായ് ക്രീക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് അനുബന്ധിച്ചുള്ള ഇതാണ്. അപ്പോൾ ഇവിടെ വരാനും നമ്മൾക്ക് ബർദുബായിന്റെ ബസ് സ്റ്റേഷനിൽ വന്നാൽ മതി, അല്ലെങ്കിൽ നമ്മൾക്ക് ടാക്സി പിടിക്കാം. നിങ്ങൾക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള സ്റ്റേഷൻ പറയുന്നത് അൽറാസ് സ്റ്റേഷനാണ്. അൽറാസ് സ്റ്റേഷനും എളുപ്പമാണ്. ഗോൾഡ് സൂക്ക് എന്ന് പറയുന്ന മെട്രോ സ്റ്റേഷൻ ഉണ്ട്, അതും എളുപ്പമാണ്. അവിടുന്ന് നമുക്ക് ഒന്നുകിൽ ടാക്സിക്ക് വരാം, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഗോൾഡ് സൂക്കിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു 3 കിലോമീറ്ററിനടുത്തുണ്ട് ടാക്സിക്ക് നടന്നു വരുവാണെങ്കിൽ. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോയാലോ. അപ്പോൾ വേറൊരു കാര്യം എപ്പോഴും പറയുന്നവർ തന്നെ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ പോവാം. അപ്പോൾ നമ്മൾ വന്നു. ഓൾഡ് ബലദിയ സ്ട്രീറ്റിന്റെ മുൻവശത്താണ് ഇത്. പഴയകാല പാരമ്പര്യങ്ങളെ വിളിച്ചോതുന്ന ടൈപ്പിലുള്ള ബോക്സ് ആണിത്. കണ്ടോ ഈ ബോക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. കണ്ടില്ലേ, ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ വന്ന് അവർക്ക് ഗൈഡൊക്കെ ഉണ്ട്. അവരൊക്കെ ഗൈഡ് ചെയ്തിട്ടാണ് അവരെ കൊണ്ടുപോകുന്നത്. സീക്കിലേക്ക് പോകുന്ന മാർഗമധ്യയുള്ള കടകളാണ് ഇതെല്ലാം. കണ്ടില്ലേ, ബുർജ് ഖലീഫയുടെ മാതൃകയിലും ഒക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ടീ കപ്പൊക്കെ കണ്ടില്ലേ, എന്ത് രസമാണ്. ചെറിയ ടീ കപ്പുകളൊക്കെ ഉണ്ട്, കണ്ടില്ലേ, പാത്രങ്ങള്. ഇതൊക്കെ സിന്നമണ്ണും കാര്യങ്ങളും ഒക്കെയാണ്. കുറെ ഒന്നും നമുക്ക് അറിയില്ല. ലൈറ്റിങ്ങുകളൊക്കെയാണ്. സാഫ്രോൺ അറിയാവല്ലോ. സാഫ്രോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാവല്ലോ നമുക്ക്. പൈസ കിട്ടിക്കേ. साफरोन ये ओरिजिनल है क्या? नहीं है, ये नीचे जो दिख रही है ओरिजिनल नहीं है, जैसे फ्लो करने के लिए फ्लो में अच्छा निकालेगा, मुश्किल नहीं है। दुनिया पूरा देखेगा आपको। अच्छा क्या तारीफ कर रहे हैं, देखो ഒരു പാകിസ്ഥാനാണ് പുള്ളി പറഞ്ഞത്. മറ്റേ പുള്ളിയുടെ ഫോട്ടോ നിങ്ങൾ ബ്ലോഗിൽ എടുക്കാനാണ് പറയുന്നത്. എന്താ ക്ലീൻ ചെയ്യാണ്. അപ്പോൾ നമ്മൾ വന്ന ഉദ്ദേശമായ ഗോൾഡ് സൂക്ക് ഗേറ്റ് നമ്പർ 1, നമ്മൾ അതിന്റെ കാഴ്ചകളിലേക്ക് പോവാണ്.
ഗോൾഡ് സൂട്ടിലേക്ക് നമ്മൾ വരുന്നതാണ്. ഇവിടെ ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ട്. പ്രത്യേകിച്ച് കംപ്ലീറ്റ് ഗോൾഡ് ജ്വല്ലറികളാണ്. അപ്പോൾ അറിയാമല്ലോ, ഇവിടെ ഗിന്നസ് ബുക്കിൽ കയറിയിട്ടുള്ള ഈ മോതിരമാണ്, പഴയ കാലത്തെ മോതിരങ്ങളാണ്. പിന്നെ ഡ്രസ്സാണത്, അതൊക്കെ സ്വർണത്തിന്റെയാണ്. ആ കാണുന്നതെല്ലാം സ്വർണത്തിന്റെയാണ്. അത് കംപ്ലീറ്റ് സ്വർണമാണ്, ഗോൾഡാണ്. ഇത് കംപ്ലീറ്റ് ഗോൾഡാണ്. ആ കാണുന്നതെല്ലാം കണ്ടില്ലേ, എഴുതി വെച്ചിട്ടുണ്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയേക്കുന്നതാണ്. അപ്പോൾ കണ്ടോ, ഇത് എത്ര കിലോയാണെന്ന് അറിയാമോ? ഇത് 5.17 kilo precious stone from Signity, Middle East, and set on 58.686 kilo 21 carat gold ring. Okay, 58 upported by World Gold Council UN. Total weight 63 ഉണ്ട് കേട്ടോ. ടോട്ടൽ വെയിറ്റ് 63 ഉണ്ട് ഇതിന് കേട്ടോ. ഇതെല്ലാം ഗോൾഡ് ആണ്. അപ്പോൾ നമുക്ക് അടുത്ത കാഴ്ചകളിലേക്ക് പോകാം. ഇവിടെ ആളുകളെല്ലാം ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു തിരക്കാണ്. ഇവിടെ എല്ലാം ഉണ്ട്, ഇതെല്ലാം ഗോൾഡ് കണ്ടോ. ഇതെന്ന് പറയുന്നത് ഗോൾഡ് സൂക്ക് എന്നാണ് പറയുന്നത്. അതായത് സ്വർണങ്ങളുടെ ഒരു പറുദീസ എന്ന് പറയാം. അതായത് സ്വർണങ്ങൾ, നിങ്ങൾക്ക് ഏത് ടൈപ്പിലുള്ള സ്വർണം വേണോ, എത്ര ടൈപ്പിലുള്ള ഡിസൈനുകൾ വേണോ, ഈ ഗോൾഡ് സൂക്കിലേക്ക് വന്നാൽ മതി, വേറെ എങ്ങും പോകണ്ട. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിലോ കണക്കിന് സ്വർണം വേണോ, ഗ്രാം കണക്കിന് വേണ്ടോ, ഏതൊക്കെ മോഡൽ വേണം, അതെല്ലാം ബിസ്ക്കറ്റ് വരെ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും. സ്വർണ്ണ ബിസ്ക്കറ്റ് മറക്കരുത്. അപ്പൊ നമ്മൾ അതിന്റെ കാഴ്ചകളിലേക്ക് പോവാണ്. ഇതുണ്ട്, മലയാളിയാണോ? कैसे इंडिया? मैं केरला से ही है। केरला से ही है। वो ब्लॉग कर रहे हैं। किस नाम से होगा? जिनो ब्लॉग यूट्यूब में इसके लिए हाँ जी, बहुत शुक्रिया. അപ്പോൾ ഇപ്പൊ ഇതുവഴി പോയ ആളുകള് എന്റെ ബ്ലോഗിനെ പറ്റിയും ഡീറ്റെയിലുകളും കാര്യങ്ങളും ചോദിക്കുമായിരുന്നു. അവര് തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ്. കണ്ടോ, ഇതിന്റെ രണ്ട് സൈഡും ഗോൾഡാണ്. അപ്പോൾ നമ്മൾക്ക് രണ്ട് സൈഡും, അതായത് നമുക്ക് ഒരു സൈഡ് തന്നെ കാണിച്ചു പോകാനേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ രണ്ടും നമുക്ക് ഇതായിട്ട് കാണാം. കാടിന്റെ റോഡിന്റെ ഇരുവശങ്ങളും ഗോൾഡാണ്. പ്ലാറ്റിനം ഉണ്ട്, ഡയമണ്ട് ഉണ്ട്, എല്ലാവിധ സാധനങ്ങളും ഉണ്ട്. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പ്ലാറ്റിനം ആണെന്ന് തോന്നുന്നു. ബ്രേസ്ലെറ്റുകളുണ്ട്, കണ്ടില്ലേ ബ്രേസ്ലെറ്റുകൾ ഏതൊക്കെ ഫാഷനുള്ളതാണ്, കണ്ടില്ലേ ബ്രേസ്ലെറ്റുകള്, മോതിരങ്ങള്. അതുകൂടാതെ നമ്മളെ റോഡിന്റെ അപ്പുറത്തെ വശത്തും ഉണ്ട്, നിങ്ങൾ കണ്ടില്ല. കലാസ് ജ്വല്ലേഴ്സ് ഉണ്ടോ? പിന്നെ അതുകൂടാതെ വേറൊരു കാര്യം കൂടെ പറയാന്, ഇവിടെ നിങ്ങൾ ടൂറിസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വർണം വാങ്ങിച്ചു കഴിഞ്ഞാൽ ടാക്സ് ഫ്രീ ആണ്. അത് നിങ്ങൾ ഒരു കാര്യം എപ്പോഴും ചിന്തിക്കുക, നിങ്ങൾ ടൂറിസ്റ്റ് വിസയിൽ വന്നവരാണെങ്കിൽ തിരിച്ചു നിങ്ങൾ 3 മാസം അല്ലെങ്കിൽ 2 മാസം വിസയ്ക്ക് വന്നതിന് ശേഷം തിരിച്ചു പോകും എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ ജ്വല്ലറിയിൽ നിങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ ടാക്സ് ഫ്രീ എന്ന് പറയുന്നത്, നിങ്ങൾ ടാക്സ് ഇവിടെ അടയ്ക്കണം. എന്നിട്ട് അവരൊരു സർട്ടിഫിക്കറ്റ് തരും. ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾ എയർപോർട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് എത്ര രൂപ ടാക്സ് കൊടുത്തോ അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതായിരിക്കും. അത് മറക്കരുത്.
ഇങ്ങോട്ടെല്ലാം ഉണ്ട്. ഈ കാണുന്ന സ്ട്രീറ്റ് എല്ലാം അങ്ങോട്ട് 18 ക്യാരറ്റ് ഗോൾഡ്, എല്ലാ 22 ക്യാരറ്റ് അവർ നിങ്ങളെ കൊടുക്കുന്ന സ്വർണം വാങ്ങിക്കുകയും ചെയ്യും, നിങ്ങൾക്ക് തരികയും ചെയ്യും. ഈ കാണുന്ന സ്വർണം കണ്ടില്ലേ, ഇത് കണ്ടോ? ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പടച്ചട്ട എന്ന് പറയും. ഇതൊക്കെ ഇട്ടോണ്ട് പോയി കഴിഞ്ഞാൽ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോവുകയും ചെയ്യും. കണ്ടോ? കണ്ടോ? മാസ്ക് വരെയാണ്. മാസ്ക്, കിരീടം, ഡ്രസ്, സ്വർണം കൊണ്ട് എന്തൊക്കെ കാണണം. കണ്ടില്ലേ? കണ്ടോ? മാസ്ക് കണ്ടോ? കിരീടം കണ്ടോ? കയ്യിലിടുന്ന വളയാണോ അത്, അതോ ബ്ലൗസോ എന്തോ? പിന്നെ ബെൽറ്റ്, എല്ലാവിധ സാധനങ്ങളും ഉണ്ട്. കണ്ടോ? ഇട്ടുകൊണ്ട് നിൽക്കുന്ന കണ്ടോ? കണ്ടോ? കഴിഞ്ഞിട്ടില്ല. ഇവിടെ എല്ലാം ഉണ്ട്. പടച്ചട്ടുകളെല്ലാം ഒരുപാടുണ്ട് ഇവിടെ എല്ലാം. കണ്ടോ? തുണികൾക്ക് പകരമായിട്ട് സ്വർണമാണ് ഇവിടെ അവരിടുന്നത്. കണ്ടില്ലേ? കയറാണോ? എന്തൊക്കെയാണ് കാണേണ്ടതമ്മോ. പൂക്കളും കാകളും എല്ലാം ഉണ്ട്. കണ്ടില്ലേ? അമ്മോ, ഹൗ ആർ യു? ഗുഡ്. ഉണ്ടോ? ഇവിടെ എല്ലാ ആളുകളെ തിരക്കാണ്, ഫോട്ടോ എടുക്കാൻ കണ്ടോ? ഇവിടെ സ്വർണങ്ങളൊക്കെ സീലിംഗാ കെട്ടി തൂക്കിയിട്ടേക്ക്. കണ്ടോ? വെക്കാൻ സ്ഥലമില്ല. കണ്ടോ? സീലിംഗിൽ ഇങ്ങനെ കെട്ടി തൂക്കുന്ന കണ്ടില്ലേ? ഇതല്ല ഓരോ, എല്ലാം സ്വർണങ്ങളാണ്. ഇതെല്ലാം സ്വർണങ്ങളാണ്. ആളുകൾ പോകുന്നുണ്ടല്ലോ. ഇവിടെ ഉണ്ടോ? നമ്മോ, ഇതാണ് ഗോൾഡ് സൂക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ മനസ്സിലായോ ഗോൾഡ് സൂക്ക് എന്നുള്ളതിന്റെ അർത്ഥം? കണ്ടോ? ഇതാണ് ഗോൾഡ് സൂക്ക്. സ്വർണങ്ങൾ കാണണമല്ലോ. കണ്ടോ? സ്വർണ്ണക്കടയ്ക്കുള്ളിലെ സ്വർണങ്ങൾ കാണണമെങ്കിൽ കണ്ടോ? കണ്ടോ? ഞാൻ അകത്തോട്ട് കയറുന്നില്ല. കണ്ടോ? കടയ്ക്കുള്ളിലെ ദൃശ്യങ്ങളാണ്. എല്ലാം സീലിംഗ് തൂക്കിയിട്ടേക്കുക. സീലിംഗിലും ഉണ്ട്, അലമാരിക്കകത്തും ഉണ്ട്, എല്ലാം ഉണ്ട്. കണ്ടോ? എന്റെ അമ്മോ, ഇതൊക്കെ കാണാനുള്ള ഹെൽപ്പില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ട് തല മന്ദിച്ചിരിക്കുന്ന അവസ്ഥകളാണ്. സ്വർണമില്ല എങ്കിൽ നമുക്ക് ജീവനെ പേടിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ ഇന്നത്തെ കാലത്ത്? കണ്ടോ? ഇതൊക്കെ എത്രയാണ് എൻ്റെ അമ്മോ. ഇതെല്ലാം സ്വർണമാണ്. കണ്ടോ? അപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇത് വെള്ളിയാഭരണങ്ങളാണ്. ഇവിടെ ഓരോ സ്ഥലത്തും CCTVകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഭയങ്കര സെക്യൂരിറ്റി ഇതിലാണ് ഈ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കംപ്ലീറ്റ് റഡാറിന്റെ കീഴിലാണ് ഈ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാര്യം അതേപോലെ ഉള്ള സ്ഥലമാണിത്. കണ്ടില്ലേ? ഇത് നമ്മൾ ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയും സ്വർണമാണ്, വലത്തോട്ട് പോയാൽ അവിടെയും സ്വർണമാണ്. ഓരോ ഇടനാഴികകളും നമ്മൾ കയറി ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാം സ്വർണമാണ്. ബോർഡുകൾ കണ്ടില്ലേ? ഇങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഗോൾഡാണ്. ഇവിടെ ഉണ്ട് സ്വർണം. സ്വർണം കണ്ട ആരും മഞ്ഞളിക്കരുത്. മഞ്ഞ ലോഹം ഉണ്ടോ?
ചെയിനാണ്. കണ്ടോ, ചെയിൻ്റെ കട്ടി കണ്ടില്ലേ? വളരെ ചെറിയ കട്ടി മാത്രമേ ഉള്ളൂ, കണ്ടില്ലേ? ഉണ്ട്. വളകളുടെ കമനീയമായ ശേഖരണങ്ങൾ കണ്ടോ, കണ്ടോ? വളകളെ, മോതിരങ്ങളെ, ജ്വല്ലറി, നെല്ലിയാണോ ഡയമണ്ട് ആണോ എന്ന് എനിക്കറിയത്തില്ല. വില കൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ള റോളക്സിന്റെ വാച്ചുകളാണ് ഈ കിടക്കുന്നത്. റോളക്സിന്റെ വാച്ചുകൾ അറിയാമല്ലോ, 2 ലക്ഷം 4 ലക്ഷം രൂപയ്ക്ക് നമ്മുടെ ഇന്ത്യൻ രൂപ വരുന്ന വാച്ചുകളാണ് താഴെ കണ്ടത് നിങ്ങൾ. മാലകൾ ഇങ്ങനെ കിൻഡൽ കണക്കിന് കൂട്ടിയിട്ടേക്കുക. വളകളാണ്. ലോക്കറ്റുകളെ, അങ്ങനെല്ലാം ഉണ്ട്. ഓരോ ജ്വല്ലറിക്കും പറയാൻ വേണ്ടി ഒരുപാട് കഥകളുണ്ട്, കാണിക്കുവാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. കണ്ടില്ലേ? അങ്ങനെ ജ്വല്ലറി എല്ലാം കഴിഞ്ഞു. നമ്മള് ഇതിന്റെ പുറത്തെത്തി. ഇവിടെ ഒരു പോലീസ് ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ട്, കണ്ടോ? ഇവിടെ ഒരു പോലീസ് ചെക്ക് പോസ്റ്റുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇതാണ് ഗോൾഡ് സൂക്ക് ഗേറ്റ് നമ്പർ 2 എന്ന് പറയും, കേട്ടോ? നമ്മള് 1-ൽ നിന്ന് കയറി ഗേറ്റ് നമ്പർ 2-ലേക്ക് എത്തി. ആളുകളെ കണ്ടോ? അപ്പോൾ ഗോൾഡിന്റെ തന്നെ വേറൊരു സെക്ഷൻ ഉണ്ട്, വേറൊരു സ്ട്രീറ്റ് ആണ് നമ്മൾ പോകുന്നത്. ഇവിടെ തന്നെ ഇതിനോട് തന്നെ ബന്ധപ്പെടുത്തിയുള്ള ഇതിന്റെ വേറൊരു സൈഡിലേക്ക് നമ്മൾ പോവാണ്. ഇതിനോടനുബന്ധിച്ച് തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് വഴികളാണ് കിടക്കുന്നത്. ഗോൾഡ് സൂക്കിന് ഉൾവശത്ത് ഇടത്തും വലത്തും ഒക്കെ ആയിട്ട് ചെറിയ ചെറിയ ഇടവഴികളുണ്ട്. അവിടെ എല്ലാം ഈ ഗോൾഡാണ്. ഈ കാണുന്ന വഴികളിലെല്ലാം ഗോൾഡ് കടകള്. ഇത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, അത് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. അതൊക്കെ ഇവിടെ ഉണ്ട്. ഇതാണ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്. അവിടെയും അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇവിടം വരെ വന്നിട്ട് ഇതിനെ എടുക്കാതെ പോകണ്ട. ഇവിടെ വരുമ്പോഴാണ് ഇതിന് മാത്രം ഗോൾഡ് കടകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു പോകും. ഈ ഒരു വഴി അവസാനിക്കുന്ന സ്ഥലം ഇവിടെയാണ്. ഇവിടെയും നമ്മുടെ പോലീസിന്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട്, ക്യാബിനുണ്ട്. ഇവിടെ വന്ന് ഈ വഴി ഇവിടെ വന്ന് അവസാനിക്കുകയാണ്. കണ്ടില്ലേ? അവസാനിച്ചിട്ടും ചെറിയൊരു കടകൾ പുറത്തേക്കുണ്ട്. കാര്യം ഇതാണ് ഗോൾഡ് സൂക്ക് ഗേറ്റ് നമ്പർ 3. ഇത് ഞാൻ ഇങ്ങനെ വന്ന സമയത്ത് കണ്ട ഒരു ഷൂ ആണ്. സ്വർണത്തിന്റെ ഷൂ ആണ്, സ്വർണത്തിന്റെ ബൂട്ടാണ്. കണ്ടില്ലേ? സ്വർണത്തിന്റെയാണ്. ഇതൊക്കെ വലിയ വലിയ ചെയിനുകളാണ്. സ്വർണത്തിന്റെ ബൂട്ടാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോ ഒരു ആകർഷണം തോന്നി. അപ്പം വിചാരിച്ചു ഇത് എടുക്കാതെ പോകണ്ട എന്ന് വിചാരിച്ചു. ഗോൾഡ് സൂക്കിലെ വിശേഷ
വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറക്കരുത്, നിങ്ങൾക്ക് പരിചയമുള്ള ആളുകൾക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞേക്കുന്നത് പോലെ ഗോൾഡ് സൂക്കിൽ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നുകിൽ നമ്മുടെ മെട്രോ സ്റ്റേഷനുണ്ട്, ഗോൾഡ് സൂക്ക് എന്ന് പറയുന്ന മെട്രോ സ്റ്റേഷനുണ്ട്, അവിടെ ഇറങ്ങിയിട്ട് നിങ്ങൾ വരാം. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ മറക്കാം.